ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ. അപ്പോൾ വൈകുന്നേരം വരെ എടുത്തില്ലെങ്കിലും ഒരു ഉച്ച വരെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നല്ല കാറ്റാണ്. അപ്പോൾ വെളിയിൽ വന്ന് നിന്നിട്ട് ഞാൻ ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കാറ്റിൻ്റെ സൗണ്ടൊന്നും നേരെ കേൾക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനതാണ് ഓൺ വോയിസ് കൊടുക്കാണ്ടായത്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ് കേട്ടോ. അപ്പവും അതുപോലെ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്നിയൊക്കെ ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മക്കൾക്കിന്ന് മദ്രസ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും മദ്രസയ്ക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പൊന്നൂസ് ഇവിടെ ഇല്ല, ഇക്കാൻ്റെ കൂടെ കച്ചവടത്തിന് പോയിരിക്കുകയാണ്. വെറുതെ കൂട്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഒക്കെ വരും, ഒരു ഉച്ചയാകുമ്പോൾ ഒക്കെ വരും. അപ്പോഴേക്കും ലഞ്ചൊക്കെ റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഉമ്മയുണ്ട് കേട്ടോ, അമ്മ പോയിട്ടില്ല. അപ്പോൾ ചട്നി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ആയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു, മക്കൾക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അവർ മദ്രസ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അപ്പമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഒരു കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കണം. പക്ഷേ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ എവിടെ എത്തുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഉച്ചവരെ എന്തായാലും ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറേ ദിവസമായി. അപ്പോൾ നമ്മളിന്ന് വെളിയിൽ കത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് അടുക്കളയിൽ കത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അടുപ്പിൽ. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ഭാഗത്തുണ്ടല്ലോ നല്ല കാറ്റാണ്. ഈ ഡിസംബറിൽ എന്തായാലും കാറ്റാണ്. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കണ്ടില്ലേ, സംസാരിച്ചത് തിരിയും പോലുമില്ല, അത്രയ്ക്കും നല്ല കാറ്റാണ്. കണ്ടില്ലേ, വെളിയിലേക്ക് ഇറങ്ങി കാണിച്ചു തരണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അത് പാലക്കാട് ജില്ലയിൽ എല്ലാ ഭാഗത്തും ഈ പോലെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ എവിടെയും പോയിട്ടില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ ഈ ഒരു മലമൊക്കെ ആലത്തൂർ ഭാഗത്ത് റബ്ബേ എന്ത് കാറ്റാച്ചിട്ടാ. പിന്നെ പോരാത്തതിന് നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഈ വാഴത്തോട്ടവും തെങ്ങും എല്ലാം ആയതുകൊണ്ട് തന്നെ അത് പ്രത്യേകം നമുക്ക് അറിയാനും പറ്റും കേട്ടോ. ഭയങ്കര കാറ്റാണ്. വെളിയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയില്ലാത്തവരാണെങ്കിൽ തൂളിക്കൊണ്ടു. അപ്പോൾ ഞാൻ മക്കളുടെ അടുത്ത് പറയും, അറിയാണ്ടെന്നോ എങ്ങാനും വെളിയിലിറങ്ങി നിൽക്കണ്ടാന്ന് കേട്ടോ. ജോക്കാണെങ്കിലും പറയാൻ പറ്റില്ല, അങ്ങനെ തള്ളിക്കൊണ്ടുപോകും കേട്ടോ നമ്മളെ കാറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇപ്പോൾ പുറത്ത് അടുക്കളയിൽ നമ്മൾ കത്തിക്കുന്നുണ്ട്, അത് എങ്ങനെ ആവുമെന്നറിയില്ല കാറ്റ് കാരണം. പുറത്ത് കത്തിക്കാനൊക്കെ മുതിരുന്നുണ്ട്, എന്താവുമെന്നറിയില്ല. കാറ്റ് കൊണ്ട് ഊതി ഇന്നൊരു വഴിയാകും തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉമ്മയുണ്ടല്ലോ, ഉമ്മക്ക് മതിയായ, അമ്മ കുറച്ചൊക്കെ ഊതിയിട്ട് ഉമ്മ മതിയായ പിന്നെ എൻ്റെ അടുത്ത് തന്നെ തരും കേട്ടോ. അപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഒരു 9 മണി ആ ടൈമൊക്കെ തന്നെ ആയിട്ടുള്ളൂ. ഇപ്പം എല്ലാം കിച്ചണിലെ വർക്ക്, വെളിയിൽ കത്തിക്കുമ്പോൾ കരിയും പുകയൊക്കെ ആവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാറ്റായിട്ടേ ഭയങ്കര സംസാരിക്കണത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ബോറടിപ്പിക്കുന്നില്ല. എന്താണ് എല്ലാവരെയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ? ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മ വിരുന്ന് കഴിഞ്ഞ് പോയിട്ടില്ല. അമ്മക്ക് 2 ദിവസം കൂടി ഉണ്ട്. തിങ്കളാഴ്ച ആയിരിക്കും ഉമ്മ പോവുണ്ടാവുക. അപ്പോൾ പിന്നെന്താണ് വിശേഷം? പിന്നെ ഇപ്പോൾ ഉച്ചക്കൽ വരും കേട്ടോ. ഉച്ചക്ക് വീട്ടിലെത്തും. അപ്പോഴേക്കും നമുക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കണം. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ചാലേ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. അത് കാരണം കൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ വെളിയിൽ ആ കിച്ചണിൽ പോയിട്ട് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ കുറേ ദിവസമായിട്ടാണ് കുറേ ചിരട്ടകളും ചകിരികളും അതൊക്കെ വെളിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, നിനക്ക് വെളിയിൽ കത്തിച്ചൂടെ എന്നൊക്കെ കേട്ടോ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല കാറ്റാണല്ലോ, അതുകൊണ്ട് ഞാൻ വെളിയിൽ കത്തിക്കാൻ വേണ്ടി നിൽക്കണില്ല. ഒരു ദിവസം ഞാൻ ഇതുപോലെ വെളിയിൽ കത്തിക്കാൻ വേണ്ടി നിന്നപ്പോൾ കണ്ടില്ലേ, നല്ല കാറ്റാണ്. അതുകൊണ്ട് ഒരുപാട് നേരം
ഞാനിതിൻ്റെ പുറകെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ണിലൊക്കെ എന്താ പറയുക പുകയൊക്കെ പോയിട്ട് ഒരുപാട് വിഷമിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇനിയിപ്പോൾ ചെയ്യണില്ല, കാറ്റുകാലം കഴിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഉമ്മമാരെന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, വീട്ടിലുണ്ടെങ്കിൽ അവർ ഇതൊന്നും വേസ്റ്റ് ആക്കാൻ നോക്കില്ല. അതിങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് അത് കത്തിക്കണം, വെളിയിൽ കത്തിക്കണം എന്നൊക്കെയാണ് തോന്നുന്നത്. നമ്മൾ പക്ഷേ എളുപ്പപണി നോക്കിയിട്ട് നമ്മൾ ഉള്ളിൽ കത്തിക്കും. പക്ഷെ ഉമ്മമാരായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഉമ്മയുണ്ടല്ലോ, അപ്പോൾ വെളിയിൽ തന്നെ കത്തിക്കുക. കൂടുതൽ ആൾക്കാർ ഉണ്ടെങ്കിൽ വലിയ ചട്ടിയാണ് എനിക്ക് വെളിയിൽ കത്തിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും പിന്നെ വെളിയിൽ തന്നെ കത്തിച്ചു കേട്ടോ. ഞാൻ കത്തിക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഉമ്മ പിന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് വരുമ്പോഴേക്കും ഉമ്മ പിന്നെ തീയൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ ഉമ്മക്ക് അരിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരിയിടൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഉമ്മ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട്. ഉമ്മക്ക് വെളിയിൽ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഉമ്മയാണ് ചോറിൻ്റെ കാര്യങ്ങളും അടുപ്പ് കത്തിക്കലൊക്കെ ഉമ്മയാണ് നോക്കുക. ഉള്ളിൽ എന്തെങ്കിലും കറിയൊക്കെ വെക്കണതാണ് പിന്നെ നാത്തൂനൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ആ ചോറ് അവിടെ കിടന്ന് വേകട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ വേകണ വരെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മ നോക്കും. അപ്പോൾ എനിക്കിനി എന്തായാലും അടുക്കളയിൽ ഗ്യാസ് അടുപ്പിൽ എന്തെങ്കിലും കറി വെക്കണം. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ തന്നെ എല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പരിപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പൊന്നൂസാണ് പരിപ്പ് എന്തെങ്കിലും കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് വരുന്ന ആൾ പൊന്നൂസായിരുന്നു. അപ്പോൾ കൂട്ടിയിട്ട് പോയ കാരണം പിന്നെ എനിക്ക് കടയ്ക്ക് പോകാനും ആരുമില്ല. പിന്നെ ഈ ഒരു പരിപ്പിന് വേണ്ടി ഞാനിങ്ങനെ പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പോയില്ല കേട്ടോ. അപ്പോൾ പരിപ്പില്ലാണ്ട് നമുക്കങ്ങനെ കറി വയ്ക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇതാ അമ്മ സാമ്പാർ വെക്കാൻ അരിയണ പോലെ എല്ലാ കഷ്ണങ്ങളും ഏകദേശം എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. ഒക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി നമ്മൾ ഈ മോര് കറിയൊക്കെ ചേമ്പും അങ്ങനെയൊക്കെ വെക്കുമല്ലോ, അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു പരിപ്പിടുന്നതിനേക്കാളും നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ മതിയല്ലോ, അപ്പോൾ പരിപ്പിന് ആവശ്യമില്ലല്ലോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേറെ ഒരു പൊടി ഇതിൽ ചേർത്തേണ്ട, സാമ്പാർ പൊടി ഒന്നും ചേർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു കറിയായിരിക്കും. പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മുരിങ്ങക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ 2 ദിവസം മുമ്പിലുള്ള വീഡിയോ ഒക്കെ. അപ്പോൾ മുരിങ്ങക്കായൊക്കെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന മുരിങ്ങക്കായ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിങ്ങനെ ഉടഞ്ഞ് വരുമ്പോൾ കറി നല്ല മണമായിരിക്കും കേട്ടോ, അതുപോലെ തന്നെ ടേസ്റ്റും. അപ്പോൾ ഞാൻ ആ കഷ്ണങ്ങളിലേക്കൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഗ്യാസിലത് ഒന്ന് വേകട്ടെ. ഞാൻ കുക്കറിൻ്റെ അടപ്പൊന്നും അടയ്ക്കാണ്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഈ അരപ്പിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉള്ളത്, വേറെ ഒന്നുമല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 2 മുറി ഞാനിതിൽ ചിരകി എടുക്കണുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ചെറിയ മുടി തേങ്ങയാണ് കേട്ടോ. അതിൽ കാണുമ്പോൾ വലിപ്പമുള്ള പോലെ തോന്നുകയാണ്, ഭയങ്കര ചെറുതാണ്. ഇത്തിരി വലിപ്പം ഉണ്ടെങ്കിൽ ഒരു അരമുറി മതിയാകും. അപ്പോൾ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറി ഒന്ന് തിളച്ചോ നോക്കിയതാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തേങ്ങ ചിരകിയതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ ഉള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ ഈ ചേമ്പ് കിഴങ്ങൊക്കെ ഇട്ട് വെക്കുമല്ലോ, കായും ഒക്കെ കൂടി വെക്കുമല്ലോ, അതുപോലെയുള്ളൊരു കറിയാണ് കേട്ടോ. അത് കൂടുതൽ കഷ്ണങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ആ ഫ്ലേവർ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി എന്തായി നോക്കട്ടെ. ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതിൽ വളംപുളി ഞാൻ ചേർക്കണില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ പുളി ചേർക്കാറുണ്ട്, പക്ഷേ ഈ കറിക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് മോര് കറി പോലത്തെ ഒരു കറിയാണ്, എങ്കിൽ മോരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു കറിയാണ്. അപ്പോൾ അതിലേക്ക് പുളി ആവശ്യമില്ല. അപ്പോൾ ഞാൻ തേങ്ങ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തേങ്ങ ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ കറിയും തിളപ്പിക്കണ പോലെ ഒരുപാട് തിളപ്പിക്കാനും പാടില്ല കേട്ടോ. നമ്മൾ മോരൊക്കെ കാച്ചുമ്പോൾ അങ്ങനെ തിളപ്പിക്കില്ലല്ലോ, അപ്പോൾ അതുപോലെ പിരുത്ത് പോകും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തിള വന്നപ്പോൾ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് അതൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി കറിയായിട്ടുണ്ട്.
കാണുമ്പോൾ തന്നെ ഒരു നല്ല ടേസ്റ്റുള്ള പോലെ തന്നെ അല്ലേ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും കൂടെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു കറി ഉണ്ടാക്കുമ്പോൾ അതിന് രണ്ടാം കറി എന്തായാലും ഇവിടെ വേണമല്ലോ. അപ്പോൾ ഒന്ന് മീൻകാരനൊന്നും വന്നിട്ടില്ല കേട്ടോ. രാവിലെ അണിച്ച് മീനൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ ചോറൊക്കെ ഞാൻ ഇവിടെ ബാക്കിൽ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഊറ്റുന്ന കാര്യം ഞാൻ തന്നെയാണ് കേട്ടോ അത് ഊറ്റിയത്. ഉമ്മാക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത് ചോറൊക്കെ ഊറ്റി. പിന്നെ കറി ആയിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് മീൻ കിട്ടാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ഈ വഴുതിനങ്ങ ഉണ്ടല്ലോ, നമ്മളിത് കറിയിലിടുന്ന വഴുതിനങ്ങയാണ്, പൊരിക്കുകയൊന്നുമില്ല അങ്ങനെ. പക്ഷേ ചിലവരൊക്കെ പൊരിക്കണം കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാനിന്ന് വിചാരിച്ചു ഇതിങ്ങനെ വട്ടത്തിൽ നുറുക്കിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിത് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വറുത്താൽ. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ എല്ലാത്തിലും വഴുതിനങ്ങ ഇടണ്ടെന്ന് വിചാരിച്ച് ഞാൻ കറിയിൽ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. സംഭവം ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത് ചെയ്യണത്, ഈ വഴുതിനങ്ങ കൊണ്ട് ഇങ്ങനെ വറുക്കണത്. അല്ലെങ്കിൽ നമ്മൾ പച്ച കളറിലുള്ള നാടൻ വഴുതിനങ്ങ ഉണ്ടല്ലോ, അതിലാണ് ഞാനിങ്ങനെ വറുക്കാറുള്ളത് നീളത്തിലാക്കിയിട്ട്. പക്ഷേ ഈ വഴുതിനങ്ങ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു എന്നാൽ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ അവളോട് അതുപോലെ തന്നെ പറയും കേട്ടോ, അത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് ഉമ്മ പറഞ്ഞു. അപ്പോൾ ആ ഒരു കട്ടിപ്പ് പോകാനായിട്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായാലും നീല കളറിലുള്ള ഈ വഴുതിനങ്ങയ്ക്ക് ചെറിയൊരു കട്ടിപ്പുണ്ടാകും. അപ്പോൾ അത് മാറാനായിട്ട് സവാളയും കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയും ചേർത്തിട്ട് പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കാം കേട്ടോ. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ചേർത്തുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ടിപ്പ് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ 10 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. ഒരുപാട് വെച്ചാൽ അന്ന് വെള്ളം ഊറി വരും. അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരമൊന്നും വെച്ചിട്ടില്ല, ഒരു 10 മിനിറ്റ് നേരം വെച്ചു കേട്ടോ. ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്താം, പക്ഷെ ഞാൻ നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ചേർത്തിട്ടില്ല. അപ്പോൾ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ അതെല്ലാം അങ്ങനെ നിവർത്തി ഇടാൻ പറ്റും കേട്ടോ നമ്മുടെ ചട്ടിയിൽ. അപ്പോൾ കറി അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വഴുതിനങ്ങ പൊരിച്ചതും ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു എൻ്റെ ഇക്ക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.